നമ്മുടെ ശരിക്കുള്ള ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാണെന്ന് അറിയുമോ? ഇങ്ങനെയൊക്കെ പറയാൻ എനിക്ക് പറ്റത്തില്ല. എനിക്ക് ഇച്ചിരി കംഫർട്ടായിട്ട് പറയണം. ഈ നമ്മളൊരു നാടകീയത വീഡിയോ എടുക്കുമ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരു രസമില്ല. അപ്പൊ നമ്മളെ ശരിക്കുള്ള ജീവിതം തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അത് നമ്മൾ നോർമലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല. നമുക്കതൊരു കഥയിലൂടെ പറഞ്ഞുതരാം. അപ്പൊ പറയുന്ന കഥ ഞാൻ കേട്ടാ മതി. എന്താ പറയുന്ന വെച്ചാൽ, ഒരിടത്തൊരു കൃഷിക്കാരനുണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരൻ ഇങ്ങനെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് വിത്തെടുക്കാൻ ആയിട്ട് നാട്ടിന് പുറത്തു പോയി വിത്തെടുക്കാൻ പോയി. വൈഫായിട്ടാ പോയത്. അങ്ങനെ ഇവര് രണ്ടും കൂടെ ഒരു കഴുതയായിട്ട് പോയി വിത്തെടുത്ത് തിരിച്ച് നാട്ടിലോട്ട് വരിക. അപ്പം കൃഷിക്കാരൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2 ചാക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ആ 2 ചാക്ക് എടുത്ത് കഴുതയുടെ പുറത്ത് വെച്ച് എന്നിട്ട് വൈഫിനെ കഴുതപ്പുറത്ത് കയറ്റി അയാൾ നടന്ന് കൂടിങ്ങി പോരുമായിരുന്നു. ഈ കുറച്ചൊക്കെ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും കണ്ട നാട്ടുകാർ പറഞ്ഞു, ഷടാ ഇതെന്തൂടെ യവൻ നടന്നു വരുന്നു, വൈഫിനെ കഴുതപ്പുറത്ത് കയറ്റി വിടുന്നു, ഒരു പെൺകോന്തം തന്നെയല്ലേ, അവളെ ഇറക്കിയിട്ട് അവൻ കയറിയിരിക്കാനുള്ളതിന് ഭർത്താവല്ലേ എന്നുള്ള രീതിയിലുള്ള ടോക്ക്. അപ്പം അത് കേട്ടോണ്ട് ഇയാൾക്കൊരു ഇത് തോന്നിയിട്ട് ഇവ എന്തോ ഇവരെ പുറത്തിറക്കിയിട്ട് ഇയാള് കയറി കഴുതപ്പുറത്ത്. എന്നിട്ട് കുറച്ചു ദൂരം പിന്നെ വന്നപ്പം അവിടെ നിന്ന നാട്ടുകാർ പറഞ്ഞു, എടേ എന്തൊരു ദുഷ്ടനാണ് ഇവൻ, പെണ്ണ് കെട്ടിയിട്ട് ആ പെണ്ണിനെ എന്തുവാ നടത്തിച്ചോണ്ട് അവൻ കയറി കഴുതപ്പുറത്ത് സുഖിച്ചിരുന്നു പോന്നു. എടാ ഇതെന്തോ ചെയ്യോന്ന് പറഞ്ഞോണ്ട് അവൻ പിന്നെ എന്തോ ചെയ്തു, എന്തേലും ആവട്ടെന്ന് പറഞ്ഞ് അവനും ഇങ്ങി ഇറങ്ങി. മീൻസ് ആ കൃഷിക്കാരനും ഇങ്ങി ഇറങ്ങി. ഇവരും കൃഷിക്കാരനും കൂടെ നടന്നു നോക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇച്ചിരിയൊക്കെ കഴിഞ്ഞ് അടുത്ത ഒരു മുക്ക് പോലത്തെ ഒരു സ്ഥലത്തെത്തിയപ്പോഴത്തേക്കും അടുത്ത ടീം വന്നു. അടുത്ത ടീം വന്നിട്ട് എന്തുവാ അടുത്ത കംപ്ലൈന്റ്, ചാക്കും വെച്ച് ആ കഴുതയെ വെറുതെ കൊണ്ട് നടത്തിക്കുന്നു. ഇവർക്ക് ആരെങ്കിലും ഇതിന്റെ മണ്ടയ്ക്ക് കയറി കഴിഞ്ഞാൽ ഒരാൾക്കും കൂടി ഇതിനകത്ത് ഇത് നോക്കൂടെ എന്നുള്ള ചോദ്യമായി. ശരിക്കും മണ്ടൽ തന്നെയാണ്. അപ്പം മോറൽ ഓഫ് ദ സ്റ്റോറി ഈസ്, നമ്മൾ എന്ത് ചെയ്താലും നമ്മളെ എന്തെങ്കിലുമൊക്കെ പറയാൻ ആരെങ്കിലുമൊക്കെ കാണും. ഇപ്പൊ ഇവരിത് മൈൻഡ് ചെയ്തോണ്ടില്ല, ഓരോ വട്ടം ഓരോ കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്ത് മാറ്റങ്ങൾ വരുത്തി ഉള്ള സമയം കളയത്. ആ സമയം ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് കുറച്ച് ദൂരവും കൂടെ എളുപ്പത്തിൽ യാത്ര ചെയ്ത് അവർക്ക് വീട്ടിലെത്താറ്. അപ്പൊ നമ്മൾ ആരെയും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം, നമുക്ക് എവിടെ എത്തേണ്ടതെന്ന് നമുക്കറിയാം. അപ്പം അങ്ങോട്ട് പോവുക, നമ്മളെ രീതിക്ക് അങ്ങ് പോവുക. എടുക്കേണ്ട അഡ്വൈസ് ഒക്കെ എടുക്കുക, അല്ലാതെ മീൻസ് ആരും പറയുന്നത് കേട്ട് ഒന്നും ലൈഫിൽ ചൂസ് ചെയ്യാതിരിക്കുക എന്നതാണ് സ്റ്റോറി. ഇനി ഇങ്ങനെ അടുത്ത ഏതെങ്കിലും സ്റ്റോറി ഇട്ടുവാണെങ്കിൽ വരാം. ഇപ്പോഴത്തേക്ക് എനിക്കിത് അറിയും. ഈ അടുത്ത് വെച്ച് ഞാൻ ഇവിടെ കണ്ട ഒരു ഇൻസ്റ്റാ പോസ്റ്റിൽ നിന്ന് എടുത്തു മാറ്റിയതാ, എങ്കിലും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത സ്റ്റോറിയായിട്ട് വരാം. ബൈ.